ഹൈലൈറ്റ് ആയിട്ട് തോന്നിയത് അനിരുദ്ധിന്റെ മ്യൂസിക് പടത്തിൽ ടോട്ടലി വരുമ്പോഴത്തേക്ക് പടം ഒരു വൺ ടൈം വാച്ചുള്ളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കിങ്ഡം എങ്ങനെയുണ്ടായിരുന്നു? കിങ്ഡം കുഴപ്പമില്ല. വിജയ് ദേവരകൊണ്ടയുടെ ഒരു വെറൈറ്റി സാധനം ഉണ്ട് അതിൽ. നല്ല മേക്കിംഗ് മൂവിയാണ്, നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് വിജയ് ദേവരകൊണ്ട. നല്ല രീതിയിൽ ബോഡി ആണെങ്കിലും നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഹൈലൈറ്റ് ആയിട്ട് തോന്നിയത് അനിരുദ്ധിന്റെ മ്യൂസിക് പടത്തിൽ പിടിച്ചിരുത്തിയിട്ടുണ്ട്. പിന്നെ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ഫാക്ടറായിട്ട് തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെങ്കിയുടെ പെർഫോമൻസാണ്. വെങ്കീനെ നമ്മൾ ഈ ഒരു ലെവലിലോട്ട് തിങ്ക് ചെയ്തിട്ടേ ഇല്ല. അപ്പോൾ ആ രീതിയിൽ വെങ്കീനെ മാറ്റിയെടുത്തത് ഡയറക്ടർക്ക് വലിയൊരു കൈയ്യടി കൊടുക്കണം. ഉടൻപടത്തിലാണ് വെങ്കീനെ കൂടുതൽ എല്ലാവരും കണ്ടേക്കണത്. അപ്പോൾ ഉടൻപടത്തിലെ വെങ്കി എപ്പോഴും തമാശയ്ക്ക് പറഞ്ഞ് കൈഡിയൊക്കെ മേടിക്കുന്നൊരു വെങ്കിയാണ്. അപ്പോൾ ആ വെങ്കിയിൽ നിന്ന് ഒരു വില്ലൻ്റെ ഒരു മാനറിസം കൊണ്ടുവരിക എന്ന് പറയുന്നത് ഒരു റിസ്കി ഫാക്ടറായിരിക്കും. പക്ഷേ ആ റിസ്ക് വെങ്കി ഏറ്റെടുത്ത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. മെയിൻ വില്ലൻ, അതായത് വിജയ് ദേവരകൊണ്ടയുടെ ഓപ്പോസിറ്റ് നിന്ന് ഫൈറ്റ് ചെയ്യുന്നൊരു വില്ലൻ. അപ്പോൾ ആ രീതിയിൽ പടത്തിൽ വെങ്കിയുടെ പെർഫോമൻസ് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ബാബുരാജ് പടത്തിൽ ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഒരു മാസ് മസാല മൂവിയുടെ ചേരുവയെല്ലാം പടത്തിൽ ഓൾറെഡി ഉണ്ട്. നമ്മൾ വിജയ് ദേവരകൊണ്ട കണ്ടിരിക്കുന്ന പല പടങ്ങളിൽ നിന്ന് ടോട്ടലി ഡിഫറെൻ്റ് ഒരു മേക്കിംഗ് ആണ്. KGF ഒരു ലൈറ്റായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ആക്ഷൻ സീക്വൻസ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ആക്ഷൻ സീക്വൻസ് പൊളിയാണ്, ഒന്നും പറയാനില്ല. ഫൈറ്റ് സീക്വൻസ് ആണെങ്കിലും പിന്നെ പടത്തിന് മേക്കിംഗ് ആണെങ്കിലും മേക്ക് ഓവർ ആണെങ്കിലും ക്യാമറ വർക്ക് ആണെങ്കിലും ഒക്കെ പടത്തിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഡയറക്ഷൻ ലെവലാണെങ്കിലും നല്ല ഇരിക്കുന്നുണ്ട്. പക്ഷേ ടോട്ടലി വരുമ്പോഴത്തേക്ക് പടം ഒരു വൺ ടൈം വാച്ചുള്ളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത്. പാർട്ട് 2 ഇത് എല്ലാ പടത്തിൻ്റെയും പോലെ ഒരു പാർട്ട് 2 കൊണ്ട് നിർത്തിയിട്ടുണ്ട്. ഓക്കെ, ശരി.